ഇനി നമുക്ക് ടൈം പാസിന് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പൽ എസ്ഐയെ പരിചയപ്പെട്ടിരിക്കുക. ഭാവിയിൽ അദ്ദേഹം ഇരിക്കാനിടയുള്ള പോലീസ് സ്റ്റേഷനിൽ എങ്ങാനും പോകേണ്ടി വരുന്ന സ്ത്രീകൾക്കുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. കട്ടപ്പന എസ്ഐയുടെ ഒഫീഷ്യൽ നമ്പറിൽ നിന്നും ഇത്തരത്തിലുള്ള വീഡിയോ കോളുകൾ ചെയ്യാനുള്ള ഇദ്ദേഹത്തിന്റെ ആ ചങ്കൂറ്റം അല്ല, ആ ബുദ്ധിശൂന്യത ഒന്നുകൊണ്ട് തന്നെ പോലീസ് അക്കാദമിയിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്ന ട്രെയിനിങ് എത്രത്തോളം ഫലപ്രദമാണെന്നത് നമുക്ക് വിലയിരുത്താവുന്നതാണ്. ഹായ് അമീഗോസ്, ബ്ലിസ് ആൻഡ് ബ്ലേസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം, സ്ത്രീ സംരക്ഷണാർത്ഥം നിരവധി നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേതെന്ന്. ഇന്ത്യൻ ശിക്ഷാ നിയമ സംഹിതയിൽ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങളും ലൈംഗിക കുറ്റങ്ങളും പുത്തൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്ത്രീ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങളെ കൂടുതൽ ഫലപ്രദമായി തടയുന്നതിനു വേണ്ടി ക്രിമിനൽ ആക്ടിൽ പല ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഏകോപിപ്പിക്കുകയും എല്ലാവരും നിയമം അനുസരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഭരണഘടനയിൽ നിയമനിർമ്മാണ വിഭാഗത്തിന്റെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും നീതിന്യായ വിഭാഗത്തിന്റെയും കർത്തവ്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ഇവിടെ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരു വകുപ്പാണ് പോലീസിന്റേത്. സ്വാതന്ത്ര്യത്തിനും അന്തസ്സിനും മനുഷ്യാവകാശങ്ങൾക്കും ഭരണഘടനാനുസൃതമായ പരിഗണന നൽകി യഥാവിധിയുള്ള സുതാര്യതയോടുകൂടി നിയമവാഴ്ച ഉറപ്പാക്കുക. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിൽ ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് പോലീസ് എന്നത്. നിർഭാഗ്യവശാൽ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന പഴമൊഴിയെ അർത്ഥവത്താക്കുന്ന തരത്തിലാണ് കേരള പോലീസിലെ പല ഉദ്യോഗസ്ഥരുടെയും പെരുമാറ്റം എന്നത് ഒരു നഗ്ന സത്യമാണ്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്ത്രീ സംരക്ഷണാർത്ഥം ശക്തമായ നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് കാക്കി യൂണിഫോമിന്റെയും പോലീസ് എന്ന ഔദ്യോഗിക പദവിയുടെയും മറവിൽ സ്ത്രീകളെ വലവിരിച്ചു വീഴ്ത്തി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി തള്ളുന്ന ഏമാമാരുടെ എണ്ണത്തിന് കയ്യും കണക്കുമില്ല. ഇവിടെ പോലീസാണ് എതിർഭാഗത്ത് എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് ഒരു പരാതി കൊടുക്കാനുള്ള ധൈര്യം പോലും ഉണ്ടാകാറില്ല. ഒരു സ്ഥലം മാറ്റത്തിനോ സസ്പെൻഷനോ ശേഷം അതേ ഉദ്യോഗസ്ഥൻ സ്റ്റാറിന്റെ എണ്ണമൊക്കെ കൂട്ടി തിരിച്ചു വരുമ്പോൾ ഒരു കള്ളക്കേസ് എടുത്ത് തലയിൽ വെച്ച് കൊടുക്കില്ലെന്നത് ആര് കണ്ടു? ഇനി നമുക്ക് ടൈം പാസിന് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻസിപ്പൽ എസ്ഐയെ പരിചയപ്പെട്ടിരിക്കുക. ഭാവിയിൽ അദ്ദേഹം ഇരിക്കാനിടയുള്ള പോലീസ് സ്റ്റേഷനിൽ എങ്ങാനും പോകേണ്ടി വരുന്ന സ്ത്രീകൾക്കുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ദിലീപ് കുമാർ. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ്ഐ ആണ്. ആക്രമണങ്ങൾ, അപകടങ്ങൾ തുടങ്ങിയവ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കട്ടപ്പന എസ്ഐയുടെ ഔദ്യോഗിക ഫോൺ നമ്പർ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം സ്ത്രീകളുമായി ബന്ധപ്പെടുന്നത്. കട്ടപ്പന എസ്ഐയുടെ ഒഫീഷ്യൽ നമ്പറിൽ നിന്നും ഇത്തരത്തിലുള്ള വീഡിയോ കോളുകൾ ചെയ്യാനുള്ള ഇദ്ദേഹത്തിന്റെ ആ ചങ്കൂറ്റം അല്ല, ആ ബുദ്ധിശൂന്യത ഒന്നുകൊണ്ട് തന്നെ പോലീസ് അക്കാദമിയിൽ നിന്നും ഇവർക്ക് ലഭിക്കുന്ന ട്രെയിനിങ് എത്രത്തോളം ഫലപ്രദമാണെന്നത് നമുക്ക് വിലയിരുത്താവുന്നതാണ്. മധുരതരമായ സംഭാഷണങ്ങളിലൂടെ സ്നേഹം നടിച്ച് സ്ത്രീകളുടെ സ്വകാര്യ ചിത്രങ്ങൾ കൈക്കലാക്കുകയും പിന്നീട് അവ ഉപയോഗിച്ച് ഇരയെ ഭീഷണിപ്പെടുത്തുകയുമാണ് കട്ടപ്പനയിലെ ഈ എസ്ഐ ചെയ്തു വരുന്നത്. IT ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സംശയം തോന്നുന്ന പക്ഷം വാറന്റ് ഇല്ലാതെ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്ന ഒരു രാജ്യത്തെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് സ്ത്രീകളോട് ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കിയതെന്നത് പോലീസ് സംവിധാനത്തിന് മുഴുവൻ നാണക്കേട് വരുത്തി വെക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾക്ക് നേരെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നെറികേടുകൾ തുടർന്നു വരുന്ന സാഹചര്യത്തിൽ എന്ത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിയും മറ്റുമായി സ്ത്രീകൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലേണ്ടതെന്ന് ആഭ്യന്തര വകുപ്പ് ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്.